ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിനു പിന്നാലെ നിർണായക നീക്കവുമായി ദേവസ്വം ബോർഡ്. ഒരാഴ്ച മുമ്പ് വിരമിച്ച ദേവസ്വം സെക്രട്ടറി എസ് ബിന്ദുവിന്റെ പെൻഷൻ തടയും. ഇന്നലത്തെ ഹൈക്കോടതി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. 2025 ദ്വാരപാലക ശില്പം പുറത്തേക്ക് കൊണ്ടുപോയതിൽ ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, അടുത്ത നീക്കങ്ങളിലേക്കാണല്ലേ ദേവസ്വം ബോർഡ്? സർക്കാരും 12-ാം തീയതിക്ക് ശേഷം PS പ്രശാന്തിന്റെ ദേവസ്വം ബോർഡ് തുടരൂല, പുതിയ ദേവസ്വം ബോർഡ് വരാൻ പോകുന്നു. സമ്പത്തിനെ തന്നെ ദേവസ്വം ബോർഡിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് ബിന്ദുവിൻ്റെതടക്കമുള്ള പെൻഷൻ തടയുകയാണ്. കാര്യം ഇനി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന വിമർശനം താങ്ങാനുള്ള ശേഷിയില്ല എന്ന തിരിച്ചറിവിലെ നീക്കങ്ങളല്ലേ? അരുൺകുമാർ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് വലിയ വിമർശനം നിലവിലെ ദേവസ്വം ബോർഡിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഒക്ടോബർ മാസം 31-ാം തീയതി സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ദേവസ്വം ബോർഡ് സെക്രട്ടറി എസ് ബിന്ദുവിൻ്റെ പെൻഷൻ അടക്കമുള്ള എല്ലാ ആനുകൂല്യങ്ങളും തടഞ്ഞു വെക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ മിനിറ്റ്സ് കാണാനില്ല എന്നതാണ്. 2025 ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മിനിറ്റ്സ് ഇല്ലായിരുന്നു എന്നതാണ് ഹൈക്കോടതിയുടെ പരാമർശത്തിൽ ഇന്നലെയുള്ളത്. അതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഭരണസമിതിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ദേവസ്വം ബോർഡ് യോഗം ചേരുമ്പോൾ അതിൻ്റെ മിനിറ്റ്സ് എഴുതേണ്ട ഉത്തരവാദിത്വം സ്വന്തം കൈപ്പടയിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ്. പ്രസിഡന്റ് അത് എഴുതിയതിനു ശേഷം അത് സെക്രട്ടറിക്ക് കൈമാറുകയും സെക്രട്ടറി പകർത്തി എഴുതി അത് റെക്കോർഡിക്കലാക്കുകയും ചെയ്യുന്നതാണ് ദേവസ്വം ബോർഡിന്റെ ഒരു പ്രൊസീജിയർ. PS പ്രശാന്ത് ഈ ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി സ്വർണം പൂശാനുള്ള തീരുമാനം എടുത്ത മിനിറ്റ്സ് സ്വന്തം കൈപ്പടയിൽ എഴുതി ദേവസ്വം ബോർഡ് സെക്രട്ടറി എസ് ബിന്ദുവിന്റെ കയ്യിൽ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ബിന്ദു അത് പകർത്തി മറ്റൊരു ബുക്കിൽ എഴുതി അത് രേഖാമൂലമാക്കാത്തതാണ് ഇപ്പോഴുള്ള പ്രശ്നത്തിന് കാരണം എന്നാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഭരണസമിതിയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം സെക്രട്ടറിയായ ബിന്ദുവിന് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ആണ് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ തടയാനുള്ള തീരുമാനം ദേവസ്വം ബോർഡ് പെട്ടെന്ന് എടുത്തത്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, താങ്ക് യു റഹീസ് റഷീദ്. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. അടുത്ത നീക്കങ്ങളിലേക്ക് പോവുകയായിട്ട് കണ്ടു ദേവസ്വം ബോർഡ്. അല്ലാതെ രക്ഷയില്ല, പിടിച്ചു നിൽക്കാൻ പറ്റൂല. ഹൈക്കോടതി തുറന്നടിക്കുകയാണ് കേട്ടോ. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പോലും സംശയമൊഴിഞ്ഞിൽ നിർത്തിക്കൊണ്ടാണ് സുഭാഷ് കപൂറിനെ പോലെയുള്ളവരെയൊക്കെയാണ് ഉദ്ധരിച്ചിരിക്കുന്നത് ഈ വലിയ തട്ടിപ്പുകാരന്മാർ. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇതേപോലെയുള്ള വിഗ്രഹങ്ങളുടെയൊക്കെ പകർപ്പുകൾ എടുത്ത് വിദേശത്ത് കൊണ്ടുപോയി വിറ്റ് കോടികൾ സമ്പാദിക്കുന്ന കൊടും കുറ്റവാളികളെ പോലെയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി പെരുമാറിയത്? അതിന് ദേവസ്വം ബോർഡ് സാഹചര്യം ഒരുക്കി കൊടുത്തു തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇന്നലെ ചോദിച്ചത്. അതുകൊണ്ട് ദേവസ്വം ബോർഡിന് കടുത്ത നടപടികൾ എടുക്കേണ്ടി വരും.